നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷമുള്ള സിപിഎമ്മിന്റെ ആദ്യ പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ദില്ലിയിൽ ചേരാൻ പോവുകയാണ്. പരാജയം വിലയിരുത്തുന്നതിനൊപ്പം പ്രതിപക്ഷ നേതാവ് ആരാകും എന്നതിലും ഇന്ന് തീരുമാനം ഉണ്ടായേക്കും. പിണറായി വിജയൻ തന്നെ നേതൃസ്ഥാനത്ത് തുടരട്ടെ എന്ന് തീരുമാനിക്കാനാണ് സാധ്യത. പിണറായി സ്വയം പിന്മാറാൻ സന്നദ്ധത അറിയിച്ചാൽ മാത്രമേ മറ്റു പേരുകൾ പരിഗണിക്കൂ. ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവും PB വിലയിരുത്തും. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് ആദിൽ. 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കനത്ത തോൽവിയാണ്. അതിനുശേഷം വലിയ വിമർശനങ്ങളടക്കം പിണറായിക്കെതിരെ ഉയർന്നിട്ടുമുണ്ട്. ഈ ഘട്ടത്തിൽ പിണറായി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. അതല്ലെങ്കിൽ KN ബാലഗോപാലിന്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചകൾ നടക്കുക? ഒരുപക്ഷെ നിർണായകമായ PB യോഗമാണ്, പൊളിറ്റ് ബ്യൂറോ യോഗമാണ് ഇന്ന് ദില്ലിയിൽ ആരംഭിക്കുന്നത്. രാജ്യത്ത് വർഷങ്ങൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരിടത്തും ഒരു സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലാതെ ആദ്യത്തെ പൊളിറ്റ് ബ്യൂറോ ചേരുന്നു എന്നുള്ളതാണ് ഇതിലെ നിർണായകവും പ്രധാനപ്പെട്ടതുമായ വസ്തുത. ഇന്നത്തെ ചർച്ചയിലെ കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും, CPM-ന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരായിരിക്കും എന്നതിലൊരു പ്രാഥമികമായ ധാരണ ഇന്നുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഒന്ന് പൊളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ തന്നെ അതിന് സന്നദ്ധനാകുമോ എന്നുള്ളതാണ്. അതോ പിന്മാറാനുള്ള സന്നദ്ധത യോഗത്തിൽ അറിയിക്കുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് 2 ചർച്ചകൾ പാർട്ടിക്കുള്ളിലുണ്ട്. പിണറായി വിജയൻ തന്നെ മുന്നിൽ നിന്ന് ഈ തിരുത്തൽ നടപടികൾക്ക് നേതൃത്വം നൽകണം, മുന്നിൽ നിന്ന് പ്രതിപക്ഷത്തെ നയിക്കണം, ആ നിലയിൽ നേതാവായി എന്ന ചർച്ചയുണ്ട്. ഒപ്പം ഈ മുഖം മാറട്ടെ എന്ന ആവശ്യം CPI-യുടെ സന്തോഷ് കുമാർ അടക്കം ഉന്നയിച്ചിട്ടുമുണ്ട്. മുഖം മാറി പുതിയൊരാൾ വരട്ടെ. അങ്ങനെയെങ്കിൽ സ്വയം പിന്മാറാൻ പിണറായി വിജയൻ തയ്യാറാവുകയാണെങ്കിൽ സ്വാഭാവികമായും KN ബാലഗോപാലിന്, പിന്നീട് കേന്ദ്ര കമ്മിറ്റി അംഗമായി ഉള്ള ഈ MLA-മാരായി ജയിച്ചു വന്നവരിൽ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലാണ്. KN ബാലഗോപാലിന്റെ പേരിനാണ് പിന്നീട് സാധ്യതയുള്ളത്. ബംഗാൾ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു, തമിഴ്നാട് നടന്നിരുന്നു. അവിടെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളും ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തും. വളരെ പ്രധാനപ്പെട്ട നിർണായകമായൊരു യോഗമാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ ചേരാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന കേരള ഹൗസിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കൊച്ചിൻ ഹൗസിലായിരുന്നു 10 വർഷം പിണറായി വിജയൻ താമസിച്ചിരുന്നതെങ്കിൽ, മുഖ്യമന്ത്രിയായി താമസിച്ചിരുന്നതെങ്കിൽ കാവൽ മുഖ്യമന്ത്രിയായി ഇവിടേക്ക് വരും എന്നുള്ളതായിരുന്നു. കാവൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇവിടെ വരാനുള്ള ഒരു അവകാശമുണ്ടായിരുന്നു. പക്ഷേ ഈ കെട്ടിടത്തിലേക്ക് താമസം വേണ്ട, മുഖ്യമന്ത്രിയുടെ സൗകര്യം വേണ്ട, എനിക്ക് സാധാരണ റൂം മതി എന്ന് അറിയിച്ചതിനെ തുടർന്ന് സാധാരണ നേതാക്കന്മാർ വരുമ്പോൾ താമസിക്കുന്ന ആളുകളൊക്കെ താമസിക്കുന്ന കേരള ഹൗസിലെ ഗസ്റ്റ് ഹൗസിൽ ആണ് പിണറായി വിജയന്റെ താമസം എന്നുള്ളതാണ്. ദില്ലിയിൽ ഇന്ന് പുലർച്ചെയോടെ തിരുവനന്തപുരത്തു നിന്നുള്ള വിമാനത്തിൽ പിണറായി വിജയൻ എത്തിയിരുന്നു. 204 നമ്പർ മുറിയിലാണ് ഇവിടെ പിണറായി വിജയന്റെ താമസം. MV ഗോവിന്ദനും എത്തിയിട്ടുണ്ട്. 11 മണിയോടെയായിരിക്കും PB യോഗം ആരംഭിക്കുക. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. കനത്ത തോൽവിക്ക് ശേഷമുണ്ടായിട്ടുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഇന്ന് ചേരുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് ആരെന്ന് അറിയാമോ എന്നും കൂടി കാത്തിരിക്കാം. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.